ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്ക് ഇന്നും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പോലത്തെ ദിവസം തന്നെയായിരുന്നു. നിഫ്റ്റിക്ക് ഇന്നും ഒരു വലിയ മൂവ്മെൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഇന്നോട്ട് ഞാൻ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്ന് വെച്ചാൽ ആയിട്ടില്ല. നമ്മുടെ ലെവലിക്കൊക്കെ ഇന്നോട്ടിട്ടാണ് ബാങ്ക് നിഫ്റ്റി വന്നത്. നാളെ തൊട്ട് ബാങ്ക് നിഫ്റ്റിയിൽ അടിപൊളി ട്രേഡ് ഉണ്ടാവും, എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇന്ന് കൊടുത്ത ലെവലിക്ക് പോയാലോ? ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ കൊടുത്ത ലെവൽ തന്നെയാണ് ഇന്നും കൊടുത്തത്. മാർക്കറ്റ് കൺസോൾട്ടേഷനാണ് ബാങ്ക് നിഫ്റ്റി. തൽക്കാലം ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡുകളില്ല ഇന്ന് വരെ. ഇനി നാളെ തൊട്ടിട്ട് ട്രേഡുകൾ ആക്റ്റീവായിരിക്കും. ഈ നിഫ്റ്റിയുടെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഈ ലെവലുകളൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്താണ് നോക്കാം. നിഫ്റ്റി നിങ്ങൾക്ക് സ്പോട്ട് പ്രൈസ് കണ്ടറിയാം 31 പ്ലസ്സാണ് ഇന്നത്തെ. അതായത് 24,641 31 രൂപയാണ് കൂടിയിട്ടുള്ളത് നിഫ്റ്റിക്കൊന്ന്. ബാങ്ക് നിഫ്റ്റി 186 ഉണ്ട്. പക്ഷേ 186 നോക്കിയിട്ട് നമ്മൾ നോക്കിയിരിക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ഉള്ളിലല്ല ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡുകൾ ഇല്ലാണ്ടിരുന്നത്. നിഫ്റ്റി ഒരു 9-ാം തീയതി തൊട്ട് നിൽക്കുന്ന ലെവലുകളാണ് കാണുന്നത്. 10-ാം തീയതി 11-ാം തീയതി ഇന്ന് വരെ നിഫ്റ്റി നിൽക്കുന്ന ലെവലുകൾ എൻ്റെ ആ പ്രൈസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നിഫ്റ്റിയുടെ സ്ട്രൈക്കുകൾ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ലെവലുകൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയാലാണ് നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് പ്രകാരം ഒന്നും എൻട്രികളില്ല. ഇനി ബാങ്ക് നിഫ്റ്റിയും എൻട്രികളില്ല. നമ്മുടെ സ്പോട്ട് ചാർട്ട് പ്രകാരം ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രികളില്ല, ആയി വരുന്നുള്ളൂ എൻട്രികൾ. സാധ്യതകളുണ്ട് നാളെ തൊട്ടിട്ട് കിട്ടാൻ. ആസ് പെർ സ്ട്രൈക്കിലത്തെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് നാളെ തൊട്ട് എൻട്രികളുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. സ്പോട്ട് നമുക്ക് എൻട്രികളായിട്ടില്ലേ. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്ട്രൈക്കുകളാണ്. നിഫ്റ്റി 24,600 CP, ബാങ്ക് നിഫ്റ്റി 53,500 CP, ഇത്രയും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാം, ഞാൻ എൻ്റെ സെല്ലേഴ്സ് സ്കാനിൻ്റെ റിജക്ഷൻ എങ്ങനെയാണ് വരേണ്ടതെന്ന് ഞാനിവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കുറിച്ച് സെല്ലേഴ്സ് സ്കാനിനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ട് ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എൻ്റെ ഈ മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ നിൽക്കുന്നില്ല, അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ റൂൾസ് പ്രൈസ് ആക്ഷൻ്റെ. ഇങ്ങനെയാണ് നമ്മൾ എൻട്രീസ് വരുന്നത്. നമുക്കിന്ന് ആകെ 2 ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. നിഫ്റ്റിയിലാണ് 24,600 സിയിലും പിയിലും നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്. ഇനി എൻട്രികളിലേക്ക് പോവാം നമുക്ക്. ഫസ്റ്റ് എൻട്രി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.29 കൊടുത്ത ലെവലിലാണ് ഫസ്റ്റ് എൻട്രി. 24,600 സിയിൽ നമുക്കത് നോക്കി നോക്കാം. 24,600 സി ഞാൻ കൊടുത്ത പ്രൈസ് 114 നമുക്ക് കാണാം അവിടെ. ഇന്നത്തെ ദിവസം 14-ാം തീയതി 114 രൂപയുടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. 14-ാം തീയതി നിങ്ങൾക്ക് കാണാം, അല്ല 11-ാം തീയതി ഇന്നത്തെ 114 മുകളിലേക്ക് പോകുമ്പോൾ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ക്യാനൽ തന്നെ റിജക്ഷൻ ക്യാനലാണ്. അടിയിലേക്ക് 114 അടിയിലേക്ക് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരെണ്ണം കൂടി കാണാം. നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ഇന്നലെ, അതായത് 10-ാം തീയതി ഒരു സെല്ലേഴ്സ് റിജക്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ ക്ലോസിങ് ടൈമാണ് 3:28 ആ റേഞ്ചിലാണ് വന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും എൻട്രി ഇല്ല കേട്ടോ. പിന്നെ ദിവസത്തേക്ക് എന്തുണ്ടാവും നമുക്കറിയില്ല, ഹോൾഡിംഗ് ഒന്നും നടക്കില്ല കേട്ടോ. ഓപ്ഷൻസ് അങ്ങനെയാണ്. അപ്പോൾ 11-ാം തീയതി ഓപ്പൺ ചെയ്ത് തന്നെ നമ്മുടെ ലെവലിൻ്റെ അടിയിലാണ്. അപ്പോൾ പിന്നെ അവിടെ ട്രേഡ് ഇല്ല. തിരിച്ച് കയറുമ്പോഴുള്ളൂ ട്രേഡ് ഇനി. അപ്പോൾ തിരിച്ച് കയറി മാർക്കറ്റ് എത്ര മണിക്ക്? ഞാൻ 9:29 കൊടുത്ത ട്രേഡാണ്. 9:29 എവിടെ വരണേ? 9:29 പറഞ്ഞാൽ ഇവിടേക്കാണ് എൻട്രി ഞാൻ കൊടുത്തത്. ട്രേഡ് ആക്ടിവേറ്റ് ആയെങ്കിൽ നമുക്ക്, ഞാൻ മുൻകൂട്ടി പ്രൈസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ട്രേഡ് ആക്ടിവേറ്റ് ആകാൻ നമുക്ക് ഈ പർട്ടിക്കുലർ ഈ ക്യാൻഡിലാണ്. ഇതാണ് സെല്ലേഴ്സ് റിജക്ഷൻ ക്യാൻഡിൽ. 10:27 ആക്ടിവേറ്റ് ആയിക്കുന്നത്. നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പറയണത്, നമുക്ക് സെല്ലേഴ്സ് റിജക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റത്തെ എൻട്രി ഡയറക്റ്റ് എൻട്രിയാണ്. അതായത് 114 ഞാൻ മേടിക്കാൻ പറഞ്ഞ 114.10 ഞാൻ മേടിക്കാൻ പറഞ്ഞത്. അത് 116.80 ആക്ടിവേറ്റ് ആയിക്കുന്നത്. അപ്പോൾ നമുക്ക് 116.80 മേടിക്കാം. പ്രൈസാണ് പറയണത് കേട്ടോ. അല്ലാത്തവർക്ക് ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുക. അതായത് 114.10 ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലേഴ്സ് റിജക്ഷൻ വന്നുമല്ലോ, 116.75 80 സെല്ലേഴ്സ് റിജക്ഷൻ വന്നു. അതിൻ്റെ ഇടയിൽ ഈ വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് വരുന്ന പോർഷൻസ് 114, 115, 115.5
ആ പ്രൈസാക്കി അവിടെയും നിങ്ങൾക്ക് മേടിക്കാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിരിക്കണമെന്ന് മാത്രം. എന്താ കണ്ടീഷൻ? ബയേഴ്സ് ടേക്ക് ഓവർ കഴിഞ്ഞാൽ, ബയേഴ്സ് ടേക്ക് ഓവറല്ല, ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം പ്രൈസിൻ്റെ മുകളിൽ, ഞാൻ പറഞ്ഞ പ്രൈസിൻ്റെ മുകളിൽ ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം ഈ 2 കാൻഡിൽ വന്നാലും ബയേഴ്സ് ക്ലോസ് ചെയ്യൽ തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ ആദ്യത്തെ റെഡ് ക്യാൻഡിൽ അതിലാണ് നമുക്ക് എൻട്രി. ഇങ്ങനത്തെ റെഡ് ക്യാൻഡിൽ നമ്മുടെ പ്രൈസിൻ്റെ മുകളിലാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഉണ്ട്, കണ്ടീഷൻ ഒക്കെയാണ്, ഇനി എൻട്രി എടുക്കുക എന്നുള്ളതിന് സെറ്റപ്പ്. അത് നിങ്ങൾക്ക് എൻട്രി എടുക്കേണ്ട പ്രൈസ് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടത്. ഒന്നെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് 114 ഞാൻ പറഞ്ഞ പ്രൈസിന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെല്ലേഴ്സ് റേഷ്യോ വന്നോടത്തുനിന്ന് മേടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് മേടിക്കുക. ഇത്രയും ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. മാക്സിമം ശ്രദ്ധിക്കുക അതൊക്കെ. ഇത് നമുക്ക് പ്രൈസ് എവിടെ വരെ പോയി നോക്കി നോക്കാം. നിങ്ങൾക്ക് കാണാൻ ഞാൻ 10 രൂപ ലിമിറ്റ് ഓർഡറിലാണ് എക്സിക്യൂഷൻ ഞാൻ വെച്ചേക്കണത്. അതായത് 114 രൂപയ്ക്ക് ആക്ടിവേറ്റ് ആയി, 104 രൂപ നമ്മൾ എക്സെല്ലുണ്ട്, 10 രൂപ. ഇവിടെ വരെ നമുക്ക് കണ്ടറിയാം കറക്റ്റ് ലിമിറ്റ് ഓർഡർ മേടിച്ചവർക്ക് ഇത് ഇവിടെ വരെ 15 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ട്രേഡ് നമുക്ക് പോയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 പോയിൻ്റ്, അതായത് 15 രൂപ മൂവ്മെൻറ്റ് നമുക്കൊരു അരമണിക്കൂറോടെ കിട്ടിയാണത്. പിന്നെ ഈ സ്ട്രൈക്ക് പോയേക്കണത് 27 രൂപ റേഞ്ചിലേക്കാണ്. ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്നവർക്ക് 27 രൂപ വരെ പോയിട്ടുണ്ട്. 1:2 അച്ചീവ് ആയിട്ടുണ്ട്. 1:3 ഓൾമോസ്റ്റ് തന്നെയാണ്. 27 രൂപ നിഫ്റ്റിയിൽ ഈസി ടാസ്ക് അല്ല, ഫസ്റ്റ് മനസ്സിലാക്കുക. നിഫ്റ്റിയിലൊക്കെ 27 രൂപ എന്ന് പറഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. അത് നമ്മൾ പ്രോപ്പർ സ്ട്രൈക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഈസി ടാസ്ക് അല്ല. നമുക്ക് സ്പോട്ടിൽ എന്ത് കഥ വേണമെങ്കിലും പറയാൻ പറ്റും. നമ്മൾ സ്ട്രൈക്കിലാണ് ചെയ്യുന്നത്. ഇത്രയും ഡെൽറ്റ ഗാമ തീറ്റക്കും വരുന്ന, തീറ്റ ഡിക്ക് വരുന്ന ഏരിയയാണ് സ്ട്രൈക്ക്. അവിടെയാണ് നമ്മൾ 27 പോയിൻറ്റ് പിടിച്ചേക്കണത്. അപ്പോൾ അത്ര ഈസി ടാസ്ക് അല്ല. 27 പോയിൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ കേസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 രൂപയാണ് എസ്സെല്ലിട്ടാണത്. ഈ 10 രൂപ അത്ര നേരമാണ് അടിക്കാണ്ടിരുന്നത്. ഈ 10 രൂപയ്ക്ക് അവിടെ തന്നെ അടിച്ചോടെ. ഞാൻ എന്തെങ്കിലും എനിക്ക് തോന്നിയ പോലത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ബൈ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് എൻ്റെ 10 രൂപയ്ക്ക് ഈസി ആയിട്ട് എടുത്ത് പോകാൻ മാർക്കറ്റിന്. അതെന്ത് നടക്കാണ്ടിരിക്കുന്നത്? നമ്മൾ അത്രയും ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിരുന്നത് കണ്ടില്ലേ, 10-27 ട്രേഡ് ആക്ടിവേറ്റ് ആയി. നമുക്ക് പിന്നെ തിരിച്ച് ഇത് SL എന്ന രൂപത്തേക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടാണ് 12:15. അതായത് ഒരു 1.25 മണിക്കൂറോളം നമ്മുടെ ട്രേഡ് 10 രൂപ SL ഹിറ്റ് ചെയ്യാണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ഹിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് വലിയ കാര്യത്തിൽ പറയണതല്ല. നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത് ഈസി ആയി ടാസ്ക്കാണ്. ഇനി ട്രേഡിങ് അറിയാത്തവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഈസി ടാസ്ക് അല്ല, അത്രയുള്ള കേസ്. മനസ്സിലായില്ലേ? നന്നായിട്ട് അടിപൊളി സ്ട്രൈക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത് ഈസി ടാസ്ക്കാണ്. അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തല്ല സംസാരിക്കുന്നത്. ഞാൻ ട്രേഡിങ് അറിയാത്തവർ, വെറുതെ എൻട്രി എടുത്ത് പോണവർ, എന്തിനാണ് എൻട്രി എടുക്കുന്നത്, എവിടെയാണ് എൻട്രി എടുക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണെന്ന് ഇതൊന്നും അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മുടെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് തന്ന ലെവലാണ് അത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവൽസ് എൻട്രീസ് വരുന്ന ഏരിയകളാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പുഷുകളൊക്കെ അവിടെ കിട്ടണത്. കാര്യം നിഫ്റ്റി ഇത്രയും നല്ല ശോകം മാർക്കറ്റായിരുന്നു. അന്നത്തെ മൂവ്മെൻറ്റുകൾ വളരെ കുറവായിരുന്നു നിഫ്റ്റിക്ക്. ഇത്രയും അഴിച്ചിലുണ്ടായിരുന്നു. ഇതിന് നല്ല അഴിച്ചിലുള്ള മാർക്കറ്റായിരുന്നു. സഡൻ മൂവ്മെൻറ്റാണ് ഇവിടെ കിട്ടിയത്. 27 പോയിൻറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡലാണ് നല്ല പോയിൻറ്റ് നമുക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാൻഡലൊക്കെ കിട്ടണമെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് എൻട്രീസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ ബയേഴ്സ് ടേക്ക് ഓവർ, ബയേഴ്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഒക്കെ എന്തുണ്ടാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കാണും. മെയിനായിട്ട് ഇന്നലത്തെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണും. ഇമ്പോർട്ടൻ്റ് വീഡിയോസാണ് അതൊക്കെയും. നിങ്ങൾക്ക് എന്തായാലും വെറുതെ ഒരു 10-16 മിനിറ്റ് കളയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, വർത്തായിട്ട് കളയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അത്രയും മിനിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഒരു 16 മിനിറ്റിൻ്റെ വീഡിയോ നിലയുണ്ട്. അതിൻ്റെ പ്രീവിയസ് വീഡിയോസ് ആണെങ്കിലും ഏതാണ്ട് ലെങ്ത്തൊക്കെ അത്ര തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തിന് വരെയുള്ള വീഡിയോസാണ് അതൊക്കെ. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. മാക്സിമം അത് കാണും. നമുക്ക് 1:2 27 പോയിൻ്റ് അവിടെ അച്ചീവ് ആയിട്ടാണ് തിരിച്ച് SLക്ക് വന്നതാണ്. പിന്നെ നമ്മുടെ ഒരു വിക്ക് വന്നാൽ വരെ, വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിന് പറയുന്ന പേരാണ് വിക്ക്. ഈ കോല് ഭാഗത്തിന് അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വിക്ക് അറിയാത്തവർ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കോല് പോലെ സംഭവം വന്നാൽ വരെ നമുക്ക് SL 10 പോയിൻ്റ് പോവും. മനസ്സിലായില്ലേ? SL അവിടെ ഹിറ്റാവും, ഇറങ്ങിക്കോളുക. പിന്നെ അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് കാണാം എന്തുണ്ടാകുന്നത്. അവിടെ 10 പോയിൻ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത്രയും ലോസിലേക്ക് നമ്മൾ പോകും. അതാണ് 10 പോയിൻ്റ് കൊടുത്തിട്ട് ഇറങ്ങുക എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഇതിൻ്റെ കഥ വന്നേക്കണത്. ഇതായിരുന്നു 24,600 സിയിലുണ്ടായ കാര്യങ്ങൾ. ഇനി നമുക്ക് 24,600 പിയിലത്തെ കാര്യം പറയാം. നമുക്ക് ആകെ 2 ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ പ്രോഫിറ്റ് എടുക്കുന്ന രീതിയൊക്കെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് സേഫ് ട്രേഡേഴ്സിൻ്റെ
കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഒരു 10 പോയിൻ്റാണ് എസ് എൽ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 10 പോയിൻ്റ് പിടിക്കണം. അത് 1:1 കിട്ടുമ്പോൾ സേഫ് പ്ലേയേഴ്സിന് ഇറങ്ങാം. മനസ്സിലായില്ലേ? ഞാൻ ആരിനെയും പിടിച്ചെടുത്തില്ല. പ്രോഫിറ്റ് ഇത്ര എടുത്തിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയണില്ലേ. ഞാൻ എസ് എൽ ഇത്ര കൊടുക്കണം എന്ന് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കൊടുക്കേണ്ട കാര്യം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, എടുക്കേണ്ട കാര്യം നമ്മൾ എടുക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ 10 പോയിൻ്റ് എസ് എൽ ഉണ്ടെങ്കിൽ 10 പോയിൻ്റ് ടാർഗറ്റ് പിടിച്ചോ. നമുക്ക് 27 പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. അത് 1:2 കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് 1:2 ഇറങ്ങാം. ഞാൻ 27 പോയിൻ്റ് എന്ന് പറയുന്നത് 27 പോയിൻ്റ് കിട്ടി എന്നല്ല ഞാൻ പറയണത്. ഞാൻ 20 പോയിൻ്റ് ഉദ്ദേശിക്കണുള്ളതിൽ. മനസ്സിലായില്ലേ? 27 പോയിൻ്റ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 27 പോയിൻ്റ് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണില്ല. ഞാൻ 20 പോയിൻ്റിൻ്റെ കാര്യം സംസാരിക്കണുള്ളൂ. 20 പോയിൻ്റ് കിട്ടി നിങ്ങൾക്ക് ഇറങ്ങാം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതിലോട്ട് സെല് ചെയ്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇറങ്ങാം. അത് നിങ്ങളുടെ തീരുമാനം. അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്നും കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ആരെ കൊണ്ടും പറ്റില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ട്രേഡ് ചെയ്യണം, നിങ്ങളുടെ എസ് എൽ കൊടുത്താൽ ഇറങ്ങണോ ഒക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഞാൻ പ്രോപ്പർലി പറഞ്ഞ എസ് എൽ ഹിറ്റായി കഴിഞ്ഞ് ഇറങ്ങുക. എസ് എൽ ഹിറ്റായി കഴിഞ്ഞ് ഇറങ്ങുക. വെറുതെ ക്യാപിറ്റൽ കളഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ലോസ് ആണെങ്കിൽ നാളെ നമുക്ക് പ്രോഫിറ്റ് വരാൻ പറ്റും. വെറുതെ ക്യാപിറ്റൽ കളയരുത്. അപ്പോൾ സേഫ് ട്രേഡേഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് 1:1, 1:2, 1:3, 1:4, 1:5. ഇന്ന് 50 പോയിൻ്റാണ് എൻ്റെ ടോട്ടൽ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ 50 പോയിൻ്റ് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങാം സുഖമായിട്ട്. ടോട്ടൽ ടാർഗറ്റ് വിറ്റ് പാർഷ്യലി വിറ്റിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇറങ്ങാം. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റാണ്. അഗ്രസീവ് ട്രേഡേഴ്സ് ഉണ്ടെന്ന് നോക്കി, ഞാൻ എത്ര രൂപ പിടിച്ചിട്ട് ഇറങ്ങുള്ളൂ, ഞാൻ നിൻ്റെ ട്രേഡ് നോക്കട്ടെ, ഞാൻ ഇത്ര പിടിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള വാശിയുള്ള ആൾക്കാരുണ്ടാവും. എസ് എൽ പോയാലും പ്രശ്നമില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളത് അവർ 1:3 പിടിക്കുക. കറക്റ്റ് ഫസ്റ്റ് 30 രൂപ പിടിക്കുക. ഇന്ന് 27 രൂപ നട്ടുള്ളൂ. അവർ പ്രോപ്പർ എസ്എല്ലിലേക്ക് പോയി 10 രൂപ എസ്എല്ലിലേക്ക് പോയി എന്ന് വെച്ചാൽ പിന്നെ 1:5 ഉള്ളത്. നിങ്ങൾ 1:3 30 രൂപ പിടിക്കുക. പിന്നെ 1:5 ഈ 2 സെറ്റപ്പ് നിങ്ങൾക്കുള്ളൂ അഗ്രസീവ് ട്രേഡേഴ്സിന്. അത്രയും ക്ഷമയും വേണം, അത്രയും സമയവും വേണം. അത്രയുള്ളവർക്ക് ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. അഗ്രസീവ് ട്രേഡേഴ്സിന് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരനെ. ക്ഷമ വേണം, എന്നാലേ പറ്റുള്ളൂ. 1:3 കിട്ടണമെങ്കിൽ 30 പോയിൻ്റ്. നിഫ്റ്റിയിൽ 30 പോയിൻ്റ് ഈസി അല്ല. നിങ്ങൾ ഏത് ചാനലെടുത്ത് നോക്കിയാലും അറിയാം ഈസി അല്ല. ഒരു പോയിൻ്റ് കഷ്ടപ്പെടാൻ എടുക്കാൻ കഷ്ടപ്പെട്ട ദിവസമായി നിന്ന് അവിടെയാണ് നമ്മൾ 27 പോയിൻ്റ് പിടിച്ചത്. അത് അത്രയും ട്രേഡിങ് അറിയണവർക്ക് മനസ്സിലാവും. ഈസി അല്ലാത്ത ട്രേഡിങ് ആയിരുന്നു അന്നത്തെ. പിന്നെ 1:5 ഉണ്ട് 50 പോയിൻ്റ്. അത് കിട്ടിയ ഇത് രണ്ടുമാണ് നമ്മുടെ അഗ്രസീവ് ട്രേഡേഴ്സിനുള്ള കേസുകൾ. ഞാൻ പിന്നിട്ടാണത് ഒരു 11:38 1:2 ആയി. അതായത് 1:2 എന്നേ പറയാനുള്ളൂ. 27 പോയിൻ്റ് അടിച്ചിട്ട് എനിക്കറിയാം നന്നായിട്ട്. ഞാൻ പക്ഷേ 20 പോയിൻ്റ് കാര്യമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അത് 27 പോയിൻ്റ് പോയിട്ടുണ്ട്. അത് 20 പോയിന്റിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമായിട്ട് വിൽക്കാം. അപ്പോൾ അവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങും. പിന്നെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ നോട്ട് അഗെയിൻ ട്രേഡിങ് സെയിം പ്രൈസ്. അതായത് സ്റ്റോപ്പ് ലോസിക്ക് വന്ന ശേഷം പിന്നെ അവിടെ ട്രേഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇന്നലൊക്കെ ഞാൻ ഇതല്ല പറഞ്ഞത്. ഇന്നലൊക്കെ ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാനിപ്പോൾ എന്തിങ്ങനെ പറഞ്ഞത് നോട്ട് അഗെയിൻ ട്രേഡിങ് സെയിം പ്രൈസ്. സ്റ്റോപ്പ് ലോസിക്ക് വന്ന ശേഷം പിന്നെയും അതേ പ്രൈസിൻ്റെ മുകളിൽ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടാലും നിങ്ങൾ ചെയ്യരുത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം കാണിച്ചു തരണം. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഈ ട്രേഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തത് 1:45-2 മണിക്കൂറാണ് ഈ ട്രേഡ് ആക്ടിവേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ ലെവലിലേക്ക് എപ്പോഴാണ് വന്നത്? ഈ ടൈമിലാണ്. അതായത് 9:15 മാർക്കറ്റ് ഓപ്പൺ ആക്കി 10:27 ഈ ലെവലിലേക്ക് വന്നത്. ഈ ലെവൽ പിന്നെ എത്ര വട്ടം പിന്നെ ടെസ്റ്റ് ചെയ്തു? ഇതേ പ്രൈസ് 114 എന്ന് പറഞ്ഞ പ്രൈസ് എത്ര വട്ടം നിഫ്റ്റി വന്ന് ടെസ്റ്റ് ചെയ്തു? ഒരു വട്ടം ഇവിടെ ടെസ്റ്റ് ചെയ്തു 1, ഇവിടെ 2 വട്ടം 2, ഇവിടെ 3 വട്ടം, ഇവിടെ 4 വട്ടം, പിന്നെ ഇവിടെ 5ാമത്തെ വട്ടം, പിന്നെ ഇത് 6ാമത്തെ വട്ടം. അപ്പോൾ ഇത്രയും വട്ടം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഒരു പ്രൈസ് ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൈസിന് അതിലത്തെ സെല്ലേഴ്സും ബയേഴ്സിനും റെക്കഗ്നൈസ് ആയി. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ടാക്ടിക്സാണ് പറയണത്. പ്രൈസിന് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവിടെ ഇനി മാനിപ്പുലേഷൻസ് നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസ് ഫെമിലിയറായി എല്ലാവർക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവിടെ മാനിപ്പുലേഷൻസ് നടക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ് വരുന്ന പ്രൈസിനൊന്നും ഇത്രയും അത് സെയിം ലെവലിൽ ടെസ്റ്റ് ചെയ്ത പ്രൈസിനെ അതേ ദിവസം പിന്നെയും പോയിട്ട് ബൈ ചെയ്യരുത്. അല്ലെങ്കിൽ അത്രയും ഡൗണ് പോയ ശേഷം പിന്നെ തിരിച്ച് കയറി വന്നിട്ട് അതിനെ ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇത്ര അടിയായി പോയ ശേഷം പിന്നെ ഇത് മുകളിലേക്ക് വന്നു, അങ്ങനെയാണെങ്കിൽ ബൈ ചെയ്യാം. ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച ശേഷം പിന്നീട് ഒറ്റയടിക്ക് കയറി കഴിഞ്ഞാൽ എടുക്കരുത് എന്ന് തന്നെ പറയണത്. ഇവിടെ കറക്റ്റ് പ്രോപ്പർ സെല്ലേഴ്സ് റേഷ്യോ ആണ് ഈ ക്യാൻഡിൽ. പക്ഷെ നമ്മളവിടെ എടുത്തിട്ടില്ല. ഞാൻ എടുക്കരുത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ കാരണം എന്ന് ബാക്കിയുള്ള ക്യാൻഡിൽസ് നോക്കി മനസ്സിലാവും. ഇത്രയും പുഷ് അടിക്കുക. അതെന്താണെന്ന് വെച്ചാൽ അവിടെ മാനിപ്പുലേഷൻസ് ആ പ്രൈസിൽ നടക്കും. അതാണ് പ്രശ്നം. ഇനി ഇതേ കേസ് ഇന്നലത്തെ കേസിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് എസ് എൽ വന്നു. അതായത് നമ്മൾ ഈ 10:27 എടുത്തിട്ട് ഒറ്റയടിക്ക് 10:30 എക്സ് എൽ വന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൈസ് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ടെസ്റ്റ് ചെയ്യണം. പ്രൈസ് ടെസ്റ്റ് ചെയ്താൽ
നമുക്ക് എൻട്രികൾ കുറയും. കുറേ വട്ടം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രികൾ കുറയും. ഒറ്റ വട്ടം ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ടെസ്റ്റിൽ പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ടെസ്റ്റ്, ആ ടെസ്റ്റ് നമുക്ക് പിന്നെയും നമുക്ക് എൻട്രി ഉണ്ട് അവിടെ. പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ആ ലെവൽസിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പ്രൈസിന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചാൻസുകൾ കൂടുതലാണ്. കുറേ നേരം ടെസ്റ്റ് ചെയ്ത ലെവലിൽ പിന്നെയും വരുമ്പോൾ നമുക്ക് എടുക്കരുത്. അത് മെയിനായിട്ട് ഇത് ബേസിക് അല്ല, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സംഭവമാണ് പറയണത്. അപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഞാൻ പറയും പിന്നെ അവിടെ ചാൻസ് ഉണ്ട്, നിങ്ങൾ പിന്നെയും കയറുമ്പോൾ പിന്നെയും എടുക്കാമെന്ന് പറയും ഞാൻ. സെല്ലേഴ്സ് റേഷ്യോ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ സിനാരിയോ അല്ല എന്തുണ്ടായിക്കൊണ്ട് ഒരു 2 മണിക്കൂറോളം നിന്നിട്ടാണ് ഈ ലെവൽസൊക്കെ പിന്നെയും വന്നത്. ടെസ്റ്റ് ചെയ്ത് കുറേ വട്ടം ടെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കവിടെ ചാൻസ് ഇല്ല, മാനിപ്പുലേഷൻസ് നടക്കുക അവിടെ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ട്രേഡ് ആക്ടിവേറ്റ് ആണ് അവിടെ. അങ്ങനെയാണ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് പിന്നെയും ട്രേഡ് എടുത്ത് മനസ്സിലായില്ലേ? എല്ലാവരും ക്ലിയർ ആയെന്ന് മനസ്സിലാക്കണം. ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്ന ട്രേഡ് ഇതാണ്. ഇത് ഞാൻ കൊടുത്തത് 12:34 കൊടുത്തത്. ലേറ്റ് എൻട്രി ആണ്. 12:34 ശരിക്കും എൻട്രീസ് ഇല്ലേ. നമുക്ക് എന്തായാലും ടാർഗറ്റുകളും വലിയ പോയിന്റ്സൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാധാരണ ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും 10 മണി 10:30 എൻട്രികൾ തീർത്തിട്ട് ടാർഗറ്റിനെ വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 12:45 ഞാൻ ഒരു എൻട്രി കൊടുത്ത്. ടാസ്ക് എൻട്രി ആണെന്നൊക്കെ അറിയാം, എന്നിട്ട് തന്നെയാണ് കൊടുത്തേക്കണത്. 12:34 എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ക്യാൻഡിലാണ്. ഈ ഗ്രീൻ ക്യാൻഡിലൊന്നും ക്ലോസിങ് വന്നിട്ടില്ല. ആ ടൈമിലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ അറിയാതെ അപ്പോഴാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നത് 12:42 അപ്പോൾ സമയമുണ്ട് ഇഷ്ടം പോലെ. 5-6 മിനിറ്റ് 8 മിനിറ്റൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നത് എവിടെയാണ്? ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നത് ഇവിടെയാണ്. അതായത് 60 രൂപയിലാണ് ട്രേഡ് ആക്ടിവേറ്റ് ആണ്. ഞാൻ മേടിക്കാൻ പറഞ്ഞത് 53 രൂപ മേടിക്കാൻ പറഞ്ഞത്. ഈ ടൈപ്പ് എൻട്രി എന്ന് പറഞ്ഞാൽ അഗ്രസീവ് എൻട്രീസാണ്. ഫസ്റ്റ് മനസ്സിലാക്കുക കറക്റ്റായിട്ട്. ഇങ്ങനത്തെ ഒരു സെല്ലേഴ്സ് റേഷ്യോ വന്നു. നമ്മുടെ ലെവൽ 53 നമുക്ക് കിട്ടിയേക്കണ ട്രേഡ് ആക്ടിവേറ്റ് ആവുന്ന ലെവൽ 60. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 10 പോയിൻ്റ് എസ് ഇടുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടെ തന്നെ 7 പോയിൻ്റ് പോയി. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ മേടിക്കേണ്ട ആൾക്കാർ അഗ്രസീവ് ട്രേഡേഴ്സാണ്. സേഫ് ട്രേഡേഴ്സ് ഒന്നെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ 53 മുകളിൽ 54 55 ആ റേഞ്ചിൽ മേടിച്ചാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ തന്നെ നോക്കിയിരിക്കുക. സേഫ് ട്രേഡേഴ്സിൻ്റെ കാര്യം പറയണത് ലിമിറ്റ് ഓർഡർ നോക്കിയിരിക്കുക. എന്നിട്ട് 10 പോയിൻ്റ് എസ്സിൽ പോയി നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. മനസ്സിലായില്ലേ? അതിൻ്റെ എല്ലാത്തിൻ്റെയും കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അഗ്രസീവ് എൻട്രിയാണ്. ഇതൊന്നും ഇപ്പോൾ ഞാൻ മുകളിലേക്ക് പോകില്ല എന്ന് പറയണില്ല കേട്ടോ. ഇവിടെ നിന്ന് ഈ സംഭവം ഇങ്ങനെ വന്നിട്ട് ഒറ്റയടിക്ക് മുകളിലേക്ക് പോവാം. അത് പക്ഷേ ഇത്തിരി സേഫായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അതൊന്നും കിട്ടില്ല. ഇതൊക്കെ അഗ്രസീവ് ട്രേഡേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റുകൾ അതൊക്കെ. ഞാൻ ഈ 2 കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ 2നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നല്ലേ. നമുക്ക് 2 ടൈപ്പ് ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ 2നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടിരിക്കാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ട്രേഡ് ചെയ്യാനും ഇരിക്കാം. എങ്ങനെ നോക്കിയാൽ ഇവിടെ ട്രേഡ് എടുത്തിട്ട് 10 പോയിൻ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് കഴിഞ്ഞു. ഫസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ 60 എടുത്തു, നിങ്ങൾക്ക് ഒരു 50 ആകുമ്പോൾ സ്റ്റോപ്പ് ലോസ് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ്. പിന്നെ വേറെ വളർത്താനൊന്നുമില്ല. പിന്നെ അവിടെ ട്രേഡ് നിർത്തിക്കോളുക. പിന്നത്തെ കേസ് ഉള്ളത് ലിമിറ്റ് ഓർഡർ ആക്ടിവേറ്റ് ആയവർക്കാണ്. ലിമിറ്റ് ഓർഡർ ആക്ടിവേറ്റ് ആയവർക്കാണെങ്കിലും നമുക്ക് എസ് എൽ വന്നിട്ടുണ്ട്. 10 പോയിൻ്റ് എസ് എൽ എപ്പോഴാണ് വന്നേക്കണമെന്ന് കാണാം. അതായത് 2:08 നമുക്ക് എസ് എൽ അടിച്ചാണത്. എസ് എൽ അടിച്ചത് 2:08. ട്രേഡ് ആക്ടിവേറ്റ് ആയിരിക്കണത് ലിമിറ്റ് ഓർഡറിൽ ട്രേഡ് ആക്ടിവേറ്റ് ആയിരിക്കണത് 1 മണിക്കാണ്. അപ്പോൾ 1 മണിക്കൂറോളം എസ് എൽ ഇങ്ങനെ നിന്ന് അടിച്ചേക്കണതാണ്. അപ്പോൾ അത്രയും ടൈം എടുത്തിട്ട് എസ് എൽ പോയേക്കണത്. പ്രൈസിന് ഒരു വഴിയിൽ മുകളിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു എസ് എൽ അത് വന്നതാണത്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻറ്റ് ലെവൽസിലാണ്. നിങ്ങൾക്ക് കാണാൻ ഡയറക്റ്റ് എസ് എല്ലാണിത്. 1 മണിക്കൂറോളം നമ്മൾ ആ സ്ട്രൈക്ക് ഇങ്ങനെ കിടന്നിട്ടാണ് നമ്മുടെ ട്രിഗർ ആവണമില്ല. മനസ്സിലായാലേ? 1 മണിക്കൂറോളം ട്രിഗർ ആവേണ്ടിയാണ് പിന്നെയാണ് ട്രിഗർ ആയിക്കണത്. ഇതിലിപ്പോൾ വേറെ കഥയൊന്നും പറയാല്ലേ. അങ്ങനെയാണ് എസ് എൽ പോയിക്കണത്. ടോട്ടൽ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ പ്രൈസ് വരെ ക്ലോസ് ചെയ്തേക്കണത് 43. നമ്മുടെ എസ് എല്ലിൻ്റെ മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കണത്. അപ്പോൾ ഈ എസ് എൽ ഇടുക എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ട് ഇടില്ല. അത് അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നമ്മൾ എൻട്രിയിൽ വരുമ്പോൾ എസ് എൽ 10 പോയിൻ്റ് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവമുള്ളൂ നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് എസ് എൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോയതാണ്. വേറെ വർത്താനൊന്നുമില്ല കാര്യത്തിൽ. അപ്പോൾ ഇത് പ്രോപ്പർ എസ് എല്ലാണ്. ഇത് ഇങ്ങനത്തെ ഒരു ട്രേഡും കൂടി ഉണ്ടായിരുന്നു അന്നത്തെ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു അന്നത്തെ ട്രേഡുകൾ. നിങ്ങൾക്ക് മാക്സിമം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പ്രീവിയസ് വീഡിയോസ് കാണാം. പ്രീവിയസിൽ അടിപൊളി കണ്ടൻറ്റ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടൻറ്റ് വീഡിയോസ് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന വീഡിയോസാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും അത് ഡിസപ്പോയിൻമെൻ്റ് ആവില്ല വീഡിയോസ്. മാക്സിമം അത് കണ്ടു നോക്കുക.
ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞോ, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, പ്രശ്നമില്ലല്ലോ. പിന്നെ മാക്സിമം എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, അതിലത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അല്ല അതിനും മാത്രം ഇൻഫർമേഷൻ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, ചെറിയ ചെറിയ ക്ലിപ്പുകളേ ഉള്ളൂ. ഒരു ഇത്ര നേരത്തെ ഒരു 10 മിനിറ്റ് അല്ല 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ക്ലിപ്പുകളേ ഉള്ളൂ. മാക്സിമം അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് DM ചെയ്ത് ചോദിക്കാം. പിന്നെ എൻ്റെ ടെലിഗ്രാം വളരെ ഫ്രീ ആണ്, എല്ലാവർക്കും ട്രേഡ് എടുക്കാം. ഇന്ന് നമ്മളിപ്പോൾ ഇത്രയേ എടുത്തുള്ളൂ എന്ന് വേണ്ടി 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഓവറോൾ ഒരു 16-17 പോയിൻറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ഇന്ന് ലോസ് പോയാലും 17 പോയിൻറ്റ് പ്രോഫിറ്റ് ഉണ്ട് നിഫ്റ്റിയിൽ. പക്ഷേ അങ്ങനെയാണ്, എല്ലാ ദിവസവും 100 പോയിൻറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെ വരും. ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്നങ്ങനെയായിരുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാൻ. നല്ല മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് അടിപൊളി ട്രേഡുകൾ വരുമായിരിക്കും. 10 ഗൈസ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.